എല്ലാവർക്കും നമസ്കാരം. ലാൽ മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ +1 എന്ന +1 ഒരു ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന്. ഒന്നാമത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം രണ്ടാമത്തെ വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്തെ വീഡിയോയിൽ നമ്മളിൻ്റെ പ്രിൻസിപ്പൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ബേസിക്കായിട്ടുള്ള കുറച്ച് കണക്കുകൾ ചെയ്തായിരുന്നു. അതിന് തുടർച്ചയായിട്ട് ഈ കാണുന്ന 4 പ്രോബ്ലമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവൻ കാണുവാൻ താല്പര്യപ്പെടുന്നു. എന്നും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ +1 ചാപ്റ്റർ നമ്മൾ ആരംഭിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ രണ്ടാമത്തെ വീഡിയോയിലെ ആദ്യത്തെ ചോദ്യം, പ്രൂവ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ സച്ച് ദാറ്റ് 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4. 7n - 3n ഡിവിസിബിൾ ബൈ 4 ആണ് നമ്മൾ തെളിയിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആദ്യം പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതിനെ നമ്മൾ P ഓഫ് n ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം P ഓഫ് n ഈസ് ഈക്വൽ ടു 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി എന്താണ് നമ്മൾ വയ്ക്കുന്നത്? നമ്മളതിനെ P ഓഫ് 1 ഈസ് ട്രൂ ആണെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പോൾ P ഓഫ് 1 ഈസ് ഈക്വൽ ടു 7n - 3n. ദാറ്റ് ഈസ് ഈക്വൽ ടു 7n 7, 3n 3, 7 - 3 4 ഈസ് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ നമുക്ക് പറയാം P ഓഫ് 1 ഈസ് ട്രൂ. നമ്മൾ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ തെളിയിക്കേണ്ടത്? നമ്മൾ അസ്യൂം ചെയ്തു. എന്താണ് അസ്യൂം ചെയ്യുന്നത്? P ഓഫ് k ഈസ് ട്രൂ. P ഓഫ് k ഈസ് ട്രൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ എന്താണ് P ഓഫ് k? P ഓഫ് k ഈസ് ഈക്വൽ ടു 7k - 3k ഈസ് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനായി. അപ്പോൾ നമ്മളിതിനെ ഒന്നുകൂടെ ലഘൂകരിച്ച് എഴുതാൻ പോവുകയാണ്. 7k - 3k ഈസ് ഡിവിസിബിൾ ബൈ 4നെ നമ്മൾ എന്ത് എഴുതുന്നു? ഈസ് ഈക്വൽ ടു 4m എന്ന് എഴുതുന്നു. മൾട്ടിപ്പിൾസ് ഓഫ് 4, ദാറ്റ് ഈസ് ദ മീനിങ്. 4m മീൻസ് മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പോൾ 7k - 3k എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിളാണ്. അതാണല്ലോ ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവും. അപ്പോൾ 4m എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റിസൾട്ട് കണ്ടെത്തുകയാണ്. 7k ഈസ് ഈക്വൽ ടു 4m + 3k. ഒരു വഴിക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. എന്താണ് ഈ 7k - 3k ഈസ് ഈക്വൽ ടു 4m എന്ന് -3k റൈറ്റ് സൈഡിലോട്ട് പോയപ്പം 7k ഈസ് ഈക്വൽ ടു 4m - 3k എന്നൊരു റിസൾട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? P ഓഫ് k + 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. P ഓഫ് k + 1 എന്താണ്? P ഓഫ് k + 1 ഈസ് ഈക്വൽ ടു 7k + 1 - 3k + 1.
7 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 3 റേസ് ടു കെ പ്ലസ് 1 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 4 ആണെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പോൾ നമുക്കതിനെ എഴുതാം 7 റേസ് ടു കെ പ്ലസ് 1. അതിന് മുമ്പ് നമ്മൾ റിസൾട്ട് എഴുതാം. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. അതുപോലെ തിരിച്ചെഴുതാലോ. എ റേസ് ടു എം പ്ലസ് എൻ എന്ന് വെച്ചാൽ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. ഇത് ലാസ് ഓഫ് ഇൻഡിസസ് എക്സ്പോണൻഷ്യൽ ലായിൽ പറയുന്ന ഒരു റൂളാണ്. അപ്പോൾ 7 റേസ് ടു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ഫോമിലാണ്. അപ്പോൾ നമ്മളതിനെ തിരിച്ചെഴുതുമ്പോഴത്തേക്ക് 7 റേസ് ടു കെ ഇൻറ്റു 7 റേസ് ടു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 റേസ് ടു കെ പ്ലസ് 1 മൈനസ് അതേപോലെ 3 റേസ് ടു കെ പ്ലസ് 1നെ 3 റേസ് ടു കെ ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 7 റേസ് ടു കെ ഉണ്ട് ഫ്രം 1 ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് നമ്മൾ 7 റേസ് ടു കെയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് 7 റേസ് ടു കെയുടെ വാല്യൂ? 4m പ്ലസ് 3 റേസ് ടു കെ ഇൻറ്റു 7 മൈനസ് 3 റേസ് ടു കെ ഇൻറ്റു 3. അപ്പോൾ 7 അകത്ത് കുടിക്കുമ്പോൾ 7 ഇൻറ്റു 4 28m പ്ലസ് 7 ഇൻറ്റു 3 റേസ് ടു കെ എന്നെഴുതി മൈനസ് 3 റേസ് ടു കെ ഇൻറ്റു 3 എന്നെഴുതി. അപ്പോൾ നമ്മൾ 28 നമ്മൾ 4 ഇൻറ്റു 7m എന്ന് എഴുതുന്നു പ്ലസ് 7 3 അത് 7 3 റേസ് ടു കെയിൽ നിന്നും 3 3 റേസ് ടു കെ കുറച്ചാൽ 7 3 റേസ് ടു കെയിൽ നിന്നും 3 3 റേസ് ടു കെ കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 4 3 റേസ് ടു കെ കിട്ടും. 4 ഇൻറ്റു 3 റേസ് ടു കെ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 4നെ എടുക്കാം. 4 ഇൻറ്റു 7m പ്ലസ് 3 റേസ് ടു കെ എന്ന് കിട്ടി. അപ്പോൾ ഇത് ഏത് നമ്പറായാലും അത് 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസായി ഈസ് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ നമുക്ക് എഴുതാം ഇതേത് സംഖ്യയായാലും 7m പ്ലസ് 3 റേസ് ടു കെ ഏത് നമ്പറായാലും 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അത് ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. അപ്പം നമുക്ക് എഴുതാം ഇറ്റ് ഈസ് ട്രൂ ഫോർ ആൾ നാച്ചുറൽ നമ്പർ n. അപ്പം ഇത് ഇത്ര ഈസിയായിട്ട് തെളിയിക്കാൻ പറ്റി. നമുക്കിനി അടുത്ത കണക്കുകളുടെ കണക്കാണ്. നെക്സ്റ്റ് പ്രോബ്ലം. രണ്ടാമത്തെ ചോദ്യം പറയുന്നത് 3 റേസ് ടു 2n പ്ലസ് 2 മൈനസ് 8n മൈനസ് 9 ഈസ് ഡിവിസിബിൾ ബൈ 8. ഇതിൻ്റെ ചോദ്യം PMI ഉപയോഗിച്ച് നമ്മൾ തെളിയിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന കണക്ക് ആദ്യത്തെ സെറ്റ് എന്താണ്? ഇതിനെ നമ്മൾ P of m എന്ന് വിളിച്ചു, P of n എന്ന് വിളിച്ചു. P of n ഈസ് ഈക്വൽ ടു 3 റേസ് ടു 2n പ്ലസ് 2 മൈനസ് 8n മൈനസ് 9 ഈസ് ഡിവിസിബിൾ ബൈ 8. ഇനി എന്താ കാണേണ്ടത്? നമുക്ക് P of 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. P of 1 ട്രൂ എന്ന് പറയുമ്പോൾ 3 റേസ് ടു 2 ഇൻറ്റു 2 പ്ലസ് 2 മൈനസ് 8 ഇൻറ്റു 1 മൈനസ് 9 ഡിവിസിബിൾ ബൈ 8 ആണ് നമുക്ക് കണ്ടെത്തണം. 3 റേസ് ടു 4 എന്ന് വെച്ചാൽ 81 മൈനസ് 8 മൈനസ് 9 ഈസ് ഈക്വൽ ടു 81 മൈനസ് 17. 81 മൈനസ് 17 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 64 എന്ന് പറയുന്നത് ഈസ് ഡിവിസിബിൾ ബൈ 8 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ P of 1 ട്രൂ ആണെങ്കിൽ അടുത്ത എന്താണ് ചെയ്യേണ്ടത്? P of k അസ്യൂം ചെയ്യേണ്ടത് എന്താണ്? അസ്യൂം ചെയ്യണം P of k ഈസ് ട്രൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ എന്താണ് P of k? P of k ഈസ് ഈക്വൽ ടു 3 റേസ് ടു 2k പ്ലസ് 2 മൈനസ് 8k മൈനസ് 9 ഈസ് ഡിവിസിബിൾ ബൈ 8 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. നമ്മൾ നേരത്തെ കണക്കിൽ ചെയ്ത കണക്ക് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് 3 റേസ് ടു 2k പ്ലസ് 2 3 റേസ് ടു 2k പ്ലസ് 2 മൈനസ് 8k മൈനസ് 9 ഈസ് ഈക്വൽ ടു 8m
8 മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്താ തെളിയിക്കേണ്ടത്? പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് തെളിയിക്കണം. പി ഓഫ് കെ പ്ലസ് വൺ, പി ഓഫ് കെ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 3 ഇൻറ്റു 2 റേസ് ടു കെ പ്ലസ് വൺ പ്ലസ് 2 മൈനസ് 8 ഇൻറ്റു കെ പ്ലസ് വൺ മൈനസ് 9. ഇതെന്താണ്? ഇത് 8ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 8 നമ്മൾ തെളിയിക്കണം. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 3 റേസ് ടു 2k പ്ലസ് 2 മൈനസ് 8k മൈനസ് 8 മൈനസ് 9. 3 റേസ് ടു ഹിയർ ഈസ് ഇവിടെ എന്താണ് സംഭവിക്കും? 3 റേസ് ടു 2k പ്ലസ് 2 ഇൻറ്റു 3 സ്ക്വയർ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറയുന്ന പോലെ ഈ 2ന് നമ്മൾ 3 റേസ് ടു 2ന് നമ്മൾ പ്രത്യേകം എഴുതി മൈനസ് 8k മൈനസ് 9 മൈനസ് 8. ഇതിനെ നമുക്ക് തിരിച്ച് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ മൈനസ് 9 ഇവിടെ കിടക്കുന്നു, മൈനസ് 9 കിടക്കുന്നു. അപ്പം നമ്മളിതിനെ റീഅറേഞ്ച് ചെയ്യുന്നു. എന്താണ്? 3 സ്ക്വയറിന് ആദ്യം എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 3 റേസ് ടു 2k പ്ലസ് 2 മൈനസ് 8k മൈനസ് 9 മൈനസ് 8. ഇത്രയും ഭാഗം എന്താണ്? ഇത്രയും ഭാഗം നമുക്ക് ഫ്രം ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് നമുക്ക് കിട്ടും എന്താണ്? 8m. അപ്പോൾ എന്താണ്? 9 ഇൻറ്റു 8m മൈനസ് 8. ഈ എന്താണ് ഇവിടെ? ഇത് 8ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്, ഇത് 8ൻ്റെ മൾട്ടിപ്പിൾസ്. രണ്ട് ടേമും 8ൻ്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് നമുക്ക് എഴുതാം ഈസ് ഡിവിസിബിൾ ബൈ 4 ബൈ 8, ഡിവിസിബിൾ ബൈ 8. ഇപ്പം 9 ഇൻറ്റു 8 എം ഏത് നമ്പർ ആയാലും 8ൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് അതും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഈ 8നെയും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എഴുതാം ഈസ് ഡിവിസിബിൾ ബൈ 8 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ കണക്ക് മനസ്സിലായിരിക്കുന്നു. നമുക്ക് അടുത്ത കണക്കിലോട്ട് പോകാം. 2 ഇൻറ്റു 7 റേസ് ടു n പ്ലസ് 3 ഇൻറ്റു 5 റേസ് ടു n മൈനസ് 5 ഈസ് ഡിവിസിബിൾ ബൈ 24. അപ്പോൾ നമുക്കിതിനെ ആദ്യം നമുക്ക് എന്താണ് ഇതിനെ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്ത കണക്ക് പി ഓഫ് എൻ എന്ന് വിളിക്കാം. ഇതിനെ പി ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്ന് വിളിച്ചു. ഇനി എന്താ വേണ്ടത്? നമുക്ക് പി ഓഫ് 1 കണ്ടുപിടിക്കണം. 2 ഇൻറ്റു 7 റേസ് ടു 1 പ്ലസ് 3 ഇൻറ്റു 5 റേസ് ടു 1 മൈനസ് 5 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 7 14 പ്ലസ് 3 ഇൻറ്റു 5 15 മൈനസ് 5 ഈസ് ഈക്വൽ ടു 29 മൈനസ് 5 സമം 24. ഈസ് ഡിവിസിബിൾ ബൈ 4 24 എന്ന നമ്പറിനെ 24 ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഇത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്താ വേണ്ടത്? പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് തെളിയിക്കും. പറഞ്ഞാൽ മതി പി ഓഫ് കെ ഈസ് ട്രൂ, പി ഓഫ് കെ ഈസ് ട്രൂ. അപ്പോൾ എന്താണ് പി ഓഫ് കെ? പി ഓഫ് കെ എന്ന് പറയുന്നത് 2 ഇൻറ്റു 7 റേസ് ടു കെ പ്ലസ് 3 ഇൻറ്റു 5 റേസ് ടു കെ മൈനസ് 5 minus 5 is divisible by 24. is divisible by 24. നമ്മൾ നേരത്തെ എന്തൊക്കെ ചെയ്തോ അതുപോലെ നമ്മൾ ഇവിടെയും ചെയ്യുന്നു. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. 2 ഇൻറ്റു 7 റേസ് ടു കെ പ്ലസ് 3 ഇൻറ്റു 5 റേസ് ടു കെ മൈനസ് 5 ഈസ് ഈക്വൽ ടു 24m. വേർ m is the any number. 24m means multiplied by 24. അപ്പോൾ ഇത് 24, ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇനി എന്താണ്? പി ഓഫ് കെ പ്ലസ് 1. പി ഓഫ് കെ പ്ലസ് 1 എന്ന് എന്ത് പറയും?
is equal to 2 into 7 raised to k plus 1 plus 3 into 5 raised to k plus 1 minus 5. ഈ സാധനം ഈ നമ്പേഴ്സ് 24 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമ്മൾ തെളിയിക്കണം. അതിന് നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യുക? അപ്പം നമ്മൾ നേരത്തെ ലാസ്റ്റ് ഓഫ് ഇൻഡിസസ് ഉപയോഗിച്ച് എഴുതുമ്പോഴത്തേക്ക് 2 ഇൻറ്റു 7 raised to k plus 1 7 raised to k into 7 എന്ന് എഴുതുന്നു, പ്ലസ് 3 ഇൻറ്റു 5 raised to k plus 1 സോറി in 3 into 5 raised to k into 5 എന്ന് എഴുതുന്നു, മൈനസ് 5 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഒരു 7 നമ്മളിങ്ങനെ പുറത്തെടുക്കുക. 7 നമ്മൾ പുറത്തെടുത്തിട്ട് ശ്രദ്ധിക്കുക എന്താണ് 2 ഇൻറ്റു 7 raised to k ഉണ്ടല്ലോ, അതുപോലെ എഴുതുക 2 ഇൻറ്റു 7 raised to k. നമുക്ക് ഇവിടെ ഉള്ള സാധനം ഈ സാധനം നമ്മൾ അതുപോലെ എടുത്ത് എഴുതുക 2 ഇൻറ്റു 7 raised to k പ്ലസ് 3.5 raised to k മൈനസ് 5. നമ്മളിത് എക്സ്ട്രാ എഴുതിയത് കൊണ്ട് നമ്മളതിനെ കുറയ്ക്കാം, 3.5നെ കുറയ്ക്കുന്നു. 3 ഇൻറ്റു 5 raised to k ഇവിടെ മൈനസ് 5 ആയതുകൊണ്ട് പ്ലസ് 5. ബാക്കി നമുക്ക് ഇവിടെ ഉള്ള സാധനം അതുപോലെ എടുത്ത് എഴുതും. അപ്പോൾ എത്ര കിട്ടി? 5 ഇൻറ്റു 3 15 പ്ലസ് 15 ഇൻറ്റു 5 raised to k മൈനസ് 5. 2.7 k ഇവിടെ ഉണ്ട്, 3.5 raised to k നമ്മളിവിടെ ആഡ് ചെയ്തു. സോറി, ഇവിടെ കുറയ്ക്കണം, ഇവിടെ കുറയ്ക്കണേ. 3.3 ഇൻറ്റു 5 raised to k ഇവിടെ കൂട്ടി, ഇവിടെ കുറച്ചു, ഇവിടെ മൈനസ് 5 കുറച്ചു, ഇവിടെ പ്ലസ് 5 കൂട്ടി. ഇനി എന്ത് സംഭവിക്കും? കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും ഭാഗം എന്താണ്? 2 ഇൻറ്റു 7 raised to k പ്ലസ് 3 ഇൻറ്റു 5 raised to k മൈനസ് 5 എന്ന് വെച്ചാൽ 24 എന്നാണ്. അപ്പം 7 ഇൻറ്റു 24 m മൈനസ് ഇത് ബ്രാക്കറ്റിനകത്താണെന്നുള്ളത്. അപ്പം നമുക്ക് അകത്തോ 7 കൊണ്ട് കുടിക്കേണ്ടത് 21. 7 3s are 21 ഇൻറ്റു 5 raised to k 7 ഇൻറ്റു 5 എന്ന് വെച്ചാൽ 35 പ്ലസ് 35 പ്ലസ് 15 ഇൻറ്റു 5 raised to k മൈനസ് 5. then 7 ഇൻറ്റു 24m മൈനസ് 21 5 15.5. അപ്പോൾ എത്ര കിട്ടി? മൈനസ് 6 ഇൻറ്റു 5 raised to k പ്ലസ് 35 മൈനസ് 5. 35 മൈനസ് 5 എന്ന് വെച്ചാൽ 30. ഇപ്പോൾ 24 ഇൻറ്റു 7 ഇൻ m എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം മൾട്ടിപ്പിൾസ് ഓഫ് 24 എന്ന് എഴുതാം. ഇത് രണ്ടിനും നമുക്ക് എന്തെടുക്കാം? 6 കോമൺ, മൈനസ് 6 കോമൺ എടുക്കുമ്പോൾ ബാക്കി ഇവിടെ എന്തുകൊണ്ട് 5 raised to k മൈനസ് 5 പുറത്തെടുത്തുകൊണ്ട് ഇവിടെ എന്ത് കിട്ടും? മൈനസ് 5. 5 raised to k minus 5 is divisible by 4. This is the rule. 5 raised to k minus 5 is divisible by 4. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 24m minus 6 into 4 into m. That is equal to ഇവിടെ 24m കിട്ടും, ഇവിടെ 6 24m കിട്ടും. ബട്ട് ഓരോ ടേമിനെയും ഡിവിസിബിൾ 24 കൊണ്ട് ഡിവിസിബിൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പറയാം ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 24. ഹെൻസ് ഇറ്റ് ഈസ് ട്രൂ ഫോർ ആൾ നാച്ചുറൽ നമ്പർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത കണക്കോട്ട് കിടക്കാം. അടുത്ത ചോദ്യം. n into n plus 1 into 2n plus 1 is divisible by 6. നമ്മളിപ്പോൾ ഇതിനകത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല.
നമുക്കെല്ലാ കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ പി ഓഫ് എൻ എന്ന് വിളിച്ചു. നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. പിന്നെന്താണ്? പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. അപ്പം ഇവിടെ എന്തായിരുന്നു? പി ഓഫ് കെ എഴുതുന്നു. പി ഓഫ് കെ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 6. ഈസ് ഡിവിസിബിൾ ബൈ 6. അത് നമുക്ക് പി ഓഫ് കെ. ഇനി നമ്മൾ പി ഓഫ് കെ നമുക്കൊന്ന് വെരിഫൈ ചെയ്താലോ? അപ്പോൾ നമ്മൾ നേരത്തെ കണക്ക് ചെയ്ത കണക്ക് കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഈസ് ഈക്വൽ ടു 6cm. അപ്പോൾ ഈ കെ കൊണ്ട് അകത്ത് ഗുണിക്കുമ്പോൾ കെ സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു 2k പ്ലസ് 1 ഈസ് ഈക്വൽ ടു 6cm. ദെൻ കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ സ്ക്വയർ ഇൻറ്റു 2k ക്യൂബ് കെ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു 2k സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു 1k ഈസ് ഈക്വൽ ടു 6cm. അപ്പോൾ എന്ത് കിട്ടി ഇവിടെ? 2k ക്യൂബ് പ്ലസ് ഇവിടെ ഒരു കെ സ്ക്വയർ, ഇവിടെ 2k സ്ക്വയർ. അപ്പോൾ കൂട്ടപ്പോൾ എത്ര കെ സ്ക്വയർ കിട്ടി? 3k സ്ക്വയർ പ്ലസ് കെ ഈസ് ഈക്വൽ ടു 6cm. ഇതിന് നമ്മൾ 1 എന്ന് വിളിക്കും. ഇനി നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുന്നതിന് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്നിൻ്റെ സ്ഥാനത്ത് കെ പ്ലസ് 1 കൊടുക്കുക. കെ പ്ലസ് 1 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് കെ പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1. അപ്പോൾ നമുക്ക് നോക്കാം. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 2 പ്ലസ് 1 2k പ്ലസ് 3 എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്കെന്താണ്? ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 കെ സ്ക്വയർ പ്ലസ് 3k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 എന്ന് നമുക്ക് കിട്ടും. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 എന്ന് പറയുന്നതാണ് കെ സ്ക്വയർ പ്ലസ് 3k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3. ഇതേ ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെ സ്ക്വയർ ഇൻറ്റു 2k ദാറ്റ് ഈസ് ഈക്വൽ ടു 2k ക്യൂബ് കെ സ്ക്വയർ ഇൻറ്റു 3k സ്ക്വയർ പ്ലസ് 3k സ്ക്വയർ പ്ലസ് 3k ഇൻറ്റു 2k ദാറ്റ് ഈസ് ഈക്വൽ ടു 6k സ്ക്വയർ 3k ഇൻറ്റു 3 9k 2 ഇൻറ്റു 2k 4k 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വേണ്ടുന്നത്? 2k ക്യൂബ്. ഇക്വേഷൻ നമ്പർ 1ൽ വേണ്ടുന്നത് എന്താണ് ശ്രദ്ധിക്കുക? 2k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ 6k സ്ക്വയർ കൂടെ കൂട്ടുമ്പോൾ നമുക്കിവിടെ 3k സ്ക്വയർ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഈ 3k സ്ക്വയർ ഇവിടെ എഴുതുക. 3k സ്ക്വയർ ഇവിടെ എഴുതി പ്ലസ് പിന്നെ ഇവിടെ എന്താ വേണ്ടുന്നത്? ഒരു കെ ഉണ്ട്. ഒരു കെ അവിടെ എഴുതുക പ്ലസ് ബാക്കി എന്തുകൊണ്ട്? ഇവിടെ ഒരു 6k സ്ക്വയർ എഴുതാറുണ്ട്. 6k സ്ക്വയർ പ്ലസ് 9 4 13k ആണ്. 13k ഒരു കെ നേരത്തെ എടുത്തു. ബാക്കി എത്ര കെ ആണ്? 12k പ്ലസ് 6. ഇവിടെ ആ 3k ഇവിടെ എഴുതി, 6k ഇവിടെ എഴുതി. 9 4 13k ഒരു കെ ഇവിടെ എഴുതി, 12k ഇവിടെ എഴുതി. അപ്പോൾ ഈ സാധനം എന്താണ്? 2k ക്യൂബ് മൈനസ് 3k സ്ക്വയർ പ്ലസ് k എന്ന് പറയുന്നത് 6cm മൾട്ടിപ്പിൾസ് ഓഫ് 6 നമുക്ക് പറയാം. പ്ലസ് ഇതിന് നമ്മളൊരു 6 കോമൺ പുറത്തെടുത്താൽ k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1. അപ്പോൾ എന്താണ്? 6 അത് ആദ്യത്തെ ടൈം 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്, പ്ലസ് രണ്ടാമത്തെ ടൈമും 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം
This is true for all natural number. N is divisible by 6. Divisible by 6 നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.